ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഇന്ന് ജനപ്രിയ നായകൻ ദിലീപിൻ്റെ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ടു. വൈകി ഒരു സിനിമ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 4 ദിവസം കഴിഞ്ഞു. ഇന്നാണ് ആ സിനിമയ്ക്ക് പോകാൻ കഴിഞ്ഞത്. അപ്പോൾ നല്ല സിനിമയാണെന്നൊക്കെയാണ് റിവ്യൂ കേട്ടത്, അതുകൊണ്ടാണ് കാണാൻ പോയത്. അപ്പോൾ സിനിമ കാണാൻ കയറിയപ്പോൾ തലയോട് തരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയം. എനിക്ക് ദിലീപിന് ഇഷ്ടമാണ്, വളരെ ഇഷ്ടമുള്ള നടനാണ് ദിലീപ്. അല്ല, ഞാൻ വെറുതെ കുറ്റം പറയാനല്ല കേട്ടോ എന്നുള്ളത്, ഇഷ്ടമുള്ള നടനാണ്. എനിക്കിതിനേക്കാളും ഇഷ്ടം തോന്നിയ സിനിമയാണ് ദിലീപിൻ്റെ ഇതിന് മുമ്പ് ഇറങ്ങിയ പവി കെയർ ടേക്കറ. ആ സിനിമ ഇതിനേക്കാളും ഭേദമാണ്. ഈ സിനിമ കാണാൻ കയറിയിട്ട് ഭ്രാന്ത് പിടിക്കായിരുന്നു തുടക്കത്തിലൊക്കെ. അതായത് ദിലീപിന് ശരിക്കും പറഞ്ഞാൽ അഭിനയം മറന്നുപോയി, അല്ലെങ്കിൽ ദിലീപിന് കോമഡി ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റില്ല. ഭയങ്കര ബോറാണ്. ഭയങ്കര ബോറെന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറാണ്. ചെയ്യാൻ പറ്റുന്നില്ല ദിലീപിന്. അതായത് അതേപോലെ ഓരോ കഥാപാത്രങ്ങളും വളരെ മോശമായിട്ടുള്ള തുടക്കമാണ്. അങ്ങനെ ഈ സിനിമയിൽ നായിക വന്ന് കയറുന്ന വരെ സിനിമ ഞാൻ പെട്ടുപോയ പോലെ തിയേറ്ററിൽ ഇരുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും എനിക്ക് അങ്ങനെ തോന്നില്ല. അത്രയും ബോറടി ഉള്ള സിനിമ ദിലീപിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ, അതുപോലെ സിദ്ദിഖ്, അതുപോലെ അതിൽ വേറെ അവൻ്റെ അനിയനായിരുന്നു. കഥയെക്കുറിച്ച് ആദ്യ കഥ അത് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത സൈസ് സിനിമയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സിനിമയുടെ ടേണിംഗ് പോയിന്റ്. ഈ സിനിമയിൽ നായികയുടെ കഥാപാത്രം തുടങ്ങുമ്പോൾ വിചാരിച്ചു ഇത് അതിനേക്കാളും വാളാവെന്ന് വിചാരിച്ചു. പക്ഷേ ആ പെൺകുട്ടിയുടെ പെർഫോമൻസും പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സിൻ്റെ സംഭവങ്ങളും അതൊക്കെ കൃത്യമായിട്ടുള്ള സംഭവം തന്നെയാണ്. അത് ഗംഭീരമായിട്ട് തന്നെ ആ സിനിമയിൽ പറഞ്ഞു. അങ്ങനെ എന്നാലും ദിലീപിനൊന്നും അവിടെ റോളില്ല. ആ പെൺകുട്ടിയുടെ പെർഫോമൻസും ഈ സിനിമ വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. സിനിമയ്ക്ക് നാളെ ഒന്നും എതിയില്ല. എന്നാലും ഇറക്കിയ പൈസക്ക് എന്തെങ്കിലും തിരിച്ചു വിടും. അല്ലാണ്ട് വമ്പ ഹിറ്റ് എന്ന് പറഞ്ഞിട്ട് പൊളിക്കാനുള്ള സിനിമയൊന്നുമില്ല. അത്യാവശ്യം രക്ഷപ്പെട്ടു പോകുന്നുള്ളൊരു സിനിമ മാത്രം. അല്ല, ദിലീപിന് പ്രേക്ഷകരെ പിടിച്ച് ഇരുത്താൻ പറ്റുന്നില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ദിലീപിൻ്റെ കോമഡികൾ വർക്കൗട്ട് ആവുന്നില്ല എന്ന് സത്യമാണ്. ഇനി ദിലീപിൻ്റെയൊക്കെ ഇഷ്ടപ്പെട്ട അത്ര സിനിമകൾ എനിക്ക് അത്ര ഇഷ്ടമാണ്. ദിലീപിനെ അത്ര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ ആ പഴയ ദിലീപല്ല. ദിലീപിൻ്റെ മുഖവും ഭാവവും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റില്ല. ദിലീപിൻ്റെ CID മൂസയിൽ ഈ പറക്കുന്ന കളിയായാലും അങ്ങനെയുള്ള തിളക്കായാലും അങ്ങനെ ഇഷ്ടം പോലെ സിനിമകൾ ദിലീപിന് പണ്ടത്തെ സിനിമകൾ. ഇതിപ്പോൾ ഞാൻ പറയുമ്പോഴേക്കും നിങ്ങൾ ഹിറ്റായ സിനിമകളുടെ അതല്ല, പണ്ടത്തെ എന്താ പറയുക, എത്ര സാധാ സിനിമകൾ വന്നിട്ടുണ്ട്, എത്ര നല്ല സിനിമകളായിരുന്നു അതൊക്കെ. എന്നാലും അതിൻ്റെ അന്നത്തെ ദിലീപിൻ്റെ പെർഫോമൻസ് ഒന്നും ഇവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. ഈ പെൺകുട്ടിയുടെ പെർഫോമൻസ് കൊണ്ട് ആണ് സിനിമ എത്തിയെങ്കിലും രക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു സിനിമ എന്നല്ല, 1 ടൈം വാച്ചബിൾ എന്നാണ് ഇൻ്റർവെല്ലിന്